നമസ്കാരം. ജയ് ഭീം. ഞാൻ സുധീർ കുമാർ, ചാനൽ ചോദ്യ സംസ്കൃതി. ഇന്ന് നമ്മുടെ രാഷ്ട്രം 80ാമത്തെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഈ ജന്മദിനം ആഘോഷിക്കുന്ന സമയത്ത് ചോദ്യ സംസ്കൃതി മുന്നിലേക്ക് വയ്ക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, ഇന്നിപ്പോൾ ഇന്ത്യയിലൊട്ടാകെ അലയടിക്കുന്ന നിർബന്ധമായി പാടണം എന്ന് മന്ത്രിസഭ കൂടി അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഒരു ഉത്തരവുണ്ടാക്കി പുറത്തു വന്നിരിക്കുന്ന വന്ദേ മാതരം എന്ന ആ ഒരു ഗീതത്തെക്കുറിച്ചാണ്. വന്ദേ മാതരം എത്രത്തോളം നമ്മൾ പാടണം അല്ലെങ്കിൽ എത്രത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ് എന്നാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. ഈ വന്ദേ മാതരം ആലപിക്കുന്നതും RSSും BJPയും തമ്മിലുള്ള ബന്ധം കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ 1875 നവംബർ മാസത്തിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി, ചതോപാധ്യായ എന്ന് പല സ്ഥലങ്ങളിലും എഴുതി കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ പേരിൻ്റെ കൂടെ ചതോപാധ്യായ ചേർത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ പാട്ട് എഴുതുന്നതും അതിനുശേഷം ആനന്ദമഠം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൽ പരാമർശിക്കുകയും അത് 1882 അത് ആനന്ദമഠത്തിൽ ചേർക്കുന്നത്, ഒരു ഗീതമായിട്ട് ചേർക്കുന്നത്. അതാണ് പിന്നീട് ഒരു സ്വാതന്ത്ര്യ സമര ഗീതമായിട്ട് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ അത് വന്ന് അലയടിക്കാൻ തുടങ്ങിയതും അതൊരു സ്വാതന്ത്ര്യ സമര ഗാനമായിട്ട് മാറുന്നതും. പക്ഷെ ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആനന്ദമഠം എന്ന് പറയുന്ന നോവല് കുറേ സന്യാസിമാർക്ക് വേണ്ടി സന്യാസിമാരെ കഥാപാത്രങ്ങളാക്കി വെച്ചുകൊണ്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയിരിക്കുന്ന ഒരു നോവല്. ആ നോവലിൽ ഉടനീളമുള്ളത് ന്യൂനപക്ഷ ഹത്യകളാണ്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് തന്നെ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മുസ്ലിം സമുദായത്തെ ഉന്മൂലനം ചെയ്യുന്ന, ഇല്ലായ്മ ചെയ്യുന്ന ഒരു നോവലാണ്. അതിൽ കൂടുതലും പ്രതിപാദിച്ചിരിക്കുന്നത് മുസ്ലിം ഏരിയകൾ കത്തിച്ച് കളയുക, വീടുകൾ കത്തിച്ച് കളയുക, ആളുകളെ കൊലവിളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ മുന്നിൽ നിർത്തുന്ന വ്യക്തമായിട്ട് ഹിന്ദുത്വ അജണ്ടയുള്ള ഒരു നോവലാണ് ഈ പറയുന്ന ആനന്ദമഠം. ഈ ആനന്ദമഠത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരിക്കലും ഒരു ദേശഭക്തി ഗാനമേ ആയിട്ടില്ല. ദേശഭക്തി ഗാനമല്ല ഇത്. നമ്മുടെ ഇന്ത്യയെ സസ്യശീതളമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പ്രതിപാദിച്ചു വരുന്നതിൻ്റെ കൂട്ടത്തിൽ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഹിന്ദു ദേവതമാരെ ആരാധിക്കുന്ന ആ ഒരു സംഭവത്തിലേക്കാണ് കടക്കുന്നത്. ദുർഗയാണ്, ലക്ഷ്മിയാണ്, സരസ്വതിയാണ്, ഇങ്ങനെയുള്ള മിത്തുകളെ എടുത്തു വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഹിന്ദു പാട്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും കാണാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അവിടെയാണ് നമ്മൾ എങ്ങനെയാണ് RSSനും BJPക്കും സംഘപരിവാറിനും ഈ വന്ദേ മാതരം എന്ന് പറയുന്ന പാട്ട് ഇത്രത്തോളം പ്രിയമാകുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിലുള്ള മുസ്ലിം വിരുദ്ധത, മുസ്ലിമിനെതിരെയുള്ള തീവ്ര സംവിധാനങ്ങൾ, അതാണ് ഈ പറയുന്ന സംഘപരിവാറിനെയും BJPയെയും കോൾമയിർ കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളത് വസ്തുതയാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അപ്പം നമ്മൾ പറയുമ്പോൾ ഇവർ പറയുന്ന ഈ ദേശഭക്തി ഗാനത്തെ അത്രത്തോളം അങ്ങോട്ട് തള്ളിക്കയറ്റി നിങ്ങളെല്ലാം ദേശഭക്തി ഉള്ളവരായിരിക്കണം എന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭീകരത, അതിനെയും ഭീകരത എന്നു വിളിക്കേണ്ടി വരും. നിങ്ങളെല്ലാവരും ദേശത്തെ അംഗീകരിക്കണം ഇവർ പറഞ്ഞിട്ടാണോ? ഈ 2014 മുമ്പ് വരെ ഞാനടക്കമുള്ള ആളുകൾ ഇന്ത്യയെ സ്നേഹിച്ചതും ഇന്ത്യക്ക് വേണ്ടി ജീവിച്ചതും ഇന്ത്യക്ക് വേണ്ടി നല്ലത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ദേശസ്നേഹിയായി ഒരു ഇന്ത്യക്കാരനായി നിലകൊണ്ടതും ഇവർ പറഞ്ഞു തന്നിട്ടാണോ?
അല്ലല്ലോ. ഇവർക്കെവിടെയാണ് ആ കാലത്തും ഈ കാലത്തും ദേശസ്നേഹമുള്ളത്? ഇവർക്ക് ദേശസ്നേഹം എന്ന് പറയുന്നത് മുസ്ലിമിനെ ഇല്ലായ്മ ചെയ്യുന്ന, കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലായ്മ ചെയ്യുന്ന, ദലിതരെയും ആദിവാസികളെയും ഇല്ലായ്മ ചെയ്യുന്ന, ക്രിസ്ത്യൻ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന ദേശസ്നേഹമാണ് സംഘപരിവാറിന്, RSSന് ഉള്ളതെന്നുള്ളത് തർക്കമറ്റ വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് ആനന്ദമഠത്തെ എടുത്ത് ഒക്കത്ത് വയ്ക്കാനും അവിടെ നിന്ന് അങ്ങോട്ട് ദേശസ്നേഹം വന്ദേമാതരത്തിലൂടെ മാത്രമേ പ്രതിഫലിപ്പിക്കാൻ കഴിയൂ എന്നുള്ള ഒരു വിഡ്ഢിത്തത്തെ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതിലെന്തായാലും കേരള സർക്കാരിനെ നമുക്ക് അഭിനന്ദിക്കാം. വന്ദേമാതരം വേണ്ട എന്ന് തന്നെ വെച്ചു. അതിനിടക്ക് മറ്റ് ഏതെല്ലാമോ ആളുകൾ വന്ദേമാതരം പാടിക്കോട്ടെ. പക്ഷേ ഇത് അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാക്കി മാറ്റാനായിട്ട് ഭരണകൂടം ശ്രമിക്കുന്നത് നല്ലതല്ല. അവിടെ ഞങ്ങൾ പറയുമ്പോൾ ചോദ്യ സംസ്കൃതി ചോദിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്ന വന്ദേമാതരമാണോ വിളിക്കേണ്ടത്, ജയ് ശ്രീരാമാണോ വിളിക്കേണ്ടത്? നിങ്ങൾ പറയുന്ന വന്ദേമാതരം ദേശഭക്തിഗാനമായിട്ട് ഞങ്ങൾ പാടിയാൽ, ദലിതർ പാടിയാൽ, ന്യൂനപക്ഷങ്ങൾ പാടിയാൽ, ആദിവാസികൾ പാടിയാൽ ഇവർക്കെതിരെയുള്ള ആക്രമണം RSS അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ ഇല്ലായ്മ ചെയ്യൂ, അവസാനിപ്പിക്കൂ? ഇല്ലല്ലോ. അപ്പോൾ ജയ് ശ്രീരാം വിളിച്ചു കഴിഞ്ഞാലും ദലിതർക്കും ആദിവാസികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഇന്ത്യയിൽ ജീവിക്കാൻ സാധ്യമല്ല. വന്ദേമാതരം പാടിയാലും ജീവിക്കാൻ സാധ്യമല്ല. അപ്പം അതുകൊണ്ട് ബാബാ സാഹിബ് അംബേദ്കർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇവിടുത്തെ ദലിതിന്, ആദിവാസിക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടി എന്ന് എപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഒരു വ്യക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പവർ, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പവർ വേണം. ദലിതർക്ക് വേണം, ആദിവാസികൾക്ക് വേണം. ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പരിധി വരെ, അല്ലെങ്കിൽ ആ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ പറയുന്ന പൊളിറ്റിക്കൽ പവർ കൈവന്നിട്ടുണ്ട്, സംശയമില്ല. പിന്നെന്ത് വേണം? ബാബാ സാഹിബ് അംബേദ്കർ വീണ്ടും